ആ വരുന്നതാണ് ഞാൻ ഇപ്പം അഡോപ്ഷൻ എടുത്ത ഡോഗ്. ഇവള് അഡോപ്ഷൻ എടുക്കും മുന്നേ ഇതേപോലെ ഓരോരുത്തർ പറഞ്ഞ് ചുറ്റും കാമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഡോഗിനെ തരൂ, അല്ലാത്തവർക്ക് ഡോഗിനെ തരൂല എന്നൊക്കെ. അങ്ങനെ ചുറ്റും കാമ്പൗണ്ട് ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മളൊരു ഡോഗിനെ കുഞ്ഞിലേ വാങ്ങിച്ച് വളർത്തം പോലെ ഇരിക്കും. അതിനെങ്ങനെ പഠിപ്പിക്കും പോലെ ഇരിക്കും ആ ഡോഗ് ആളോട് പെരുമാറുന്നത്. അതിപ്പോൾ ഏത് ഡോഗായാലും. പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരു അല്ലാതെ ഡോഗ് ഉണ്ടായിരുന്നു ഇവളെ അഡോപ്ഷൻ എടുക്കും മുമ്പേ. അപ്പോഴത്തേക്ക് അതിനെന്ന് വെച്ചാൽ 2 വയസ്സ് വരെ ലാബായിരുന്നു, ഫീമെയിലായിരുന്നു. 2 വയസ്സ് വരെയൊക്കെ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അസുഖം വന്ന് അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ച് എന്നിട്ടും രക്ഷപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു അത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവളെ ഞാൻ അഡോപ്ഷൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വർഷം വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, വർഷം വാക്സിൻ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ചുറ്റും കാമ്പൗണ്ടിൽ ഇട്ടല്ല വളർത്തണം ഡോഗിനെ. എപ്പോഴും നമ്മൾ എന്താ പറയുക, എവിടെയെങ്കിലും പോകുമ്പം ഇതേപോലെ കൂടെ കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്യണം. എങ്കിലേ അത് നമ്മളുടെ സഹകരണം കാണുള്ളൂ. അല്ലാതെ ചുറ്റും കാമ്പൗണ്ടുണ്ട്, വലിയ വീടാണ്, ചുറ്റും കാമ്പൗണ്ടുണ്ട്, അങ്ങനെ ഡോഗിനെ വളർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ കാര്യമില്ല. ഞാൻ അവളെ പൂർണ്ണമായിട്ട് കാണിച്ചു തരാം. വരുന്നുണ്ട്. പെടുന്നോ ഓടിയോ. ഇവളാണ് ഞാൻ അഡോപ്ഷൻ എടുത്ത ഡോഗ്. ഇനി വാ. ആദ്യം എല്ലാവരും പറയും ഡോഗ് അഡോപ്ഷൻ എടുത്ത ഡോഗ് കടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇവള് കടിയില്ല, ഒന്നുമില്ല, ആള് പാവം, സൈലൻറ്റ്. എന്താ, ഞാൻ അഡോപ്ഷൻ എടുത്തിട്ട് പോലും സാധാരണ എന്താ പറയുക, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഒരുപാട് ഡോഗിനെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഡോഗിനെ നമ്മൾ അഡോപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡോഗ് നമ്മളെ ഒന്ന് മണപ്പിച്ച് നോക്കും. പിന്നെ നമ്മളെ എന്ന് വെച്ചാൽ അത് കടിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. അതെന്താണ് കാര്യമെന്ന് അറിഞ്ഞൂട. അത് എന്ന് വെച്ചാൽ ഒരുപാട് ഡോഗിൻ്റെ സ്മെല്ല് നമ്മളെ ശരീരത്ത് ഉള്ളത് കൊണ്ടാണോ, അങ്ങനെയാണോ? ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ബാ.